നടത്തിക്കൊള്ളും. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ, ദൈവം നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. 7-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത് ഛേദം എന്നെണ്ണി എന്നാണ്. ക്രിസ്തുവിനെ കണ്ടപ്പോൾ, ക്രിസ്തുവിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ തനിക്ക് ലാഭമായിരുന്ന തൻ്റെ പഴയ നിയമത്തിലെ യഹൂദ്യ പാരമ്പര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നഷ്ടമാണെന്ന്, ഛേദമാണ് എന്നെണ്ണുവാനുള്ളതായ ഭാഗ്യം ലഭിച്ചു. മാത്രമല്ല, അവിടെ കൊണ്ട് തീർന്നില്ല. എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം പൗലോസ് തൻ്റെ ആ കർത്താവുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ കർത്താവായ ക്രിസ്തുയേശു. ആ ക്രിസ്തുയേശു തൻ്റെ ജീവിതത്തിൽ വന്ന നിമിത്തം, കർത്താവായി വന്ന നിമിത്തം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടതുമായ ഒരു കാര്യം, ആ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നാം ഗ്രഹിക്കണം. ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു കാലത്ത് ലാഭമായിരുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ഛേദമെന്ന് എണ്ണി എന്ന് മാത്രമല്ല, ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. വർത്തമാന കാലത്തിൽ അതിൽ നിന്ന്, ഛേദമെന്ന് എണ്ണിയ കാര്യത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല, മുന്നോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത തനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അവിടെ പ്രവാചകൻ പറയുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 9:23-24 യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ, യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിക്കുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. അപ്പോൾ യഥാർത്ഥമായ പ്രശംസ ഉണ്ടാകുന്നത്, യഥാർത്ഥമായിട്ട് ഒരു വ്യക്തി പുകഴുന്നത് ദൈവം ആരാണ്, ദൈവം എന്തു ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അങ്ങനെ പ്രശംസിക്കുന്ന ഒരു വ്യക്തി, അതാണ് യഥാർത്ഥമായ ദൈവത്തിന് പ്രസാദകരമായ പ്രശംസ. അങ്ങനെയുള്ള ഒരു വ്യക്തി തൻ്റെ ജ്ഞാനത്തിലോ തൻ്റെ ബലത്തിലോ തൻ്റെ ധനത്തിലോ പ്രശംസിക്കുകയില്ല. ദൈവത്തിൻ്റെ ദയയും ന്യായവും നീതിയും ഗ്രഹിച്ചറിയുന്നതിൽ, ആ അറിവ് ദൈവത്തിൽ പ്രശംസിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ പിന്നെയും ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി തനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം തൻ്റെ ജീവനെ നൽകുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം കർത്താവ് പറയാണ്, എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു.
അപ്പോൾ കർത്താവിനെ അറിയുന്ന ഒരു ആട്ടുംകൂട്ടമാണ് ദൈവത്തിന്റെ സഭ എന്ന് കർത്താവ് പറയുക. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഉത്തരവാദിത്വമാണ്, എത്ര വലിയ ആവശ്യബോധമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് കർത്താവിനെ അറിയുക എന്നുള്ളത്. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരിക എന്നുള്ളത് പൗത്രോസ് തന്റെ രണ്ടാം ലേഖനം അവസാനിപ്പിക്കുന്നതാണ്. കൃപയിലും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവിനെ അറിയുക, അവന്റെ മഹത്വം കാണുക എന്നുള്ളത്. മാത്രമല്ല, പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണം. അപ്പൊ ദൈവാത്മാവിനാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനവും വെളിപ്പാടും ലഭിക്കാൻ വേണ്ടി, ദൈവമക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അത് ലഭിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ദൈവത്തിന്റെ ആ പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനും ദൈവത്തിന്റെ ഹിതത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുവാനും സാധിക്കും. ഇത് പൗലോസിന്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് എന്ന് പൗലോസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ആ കാര്യം പറയുന്നുണ്ട്. 6-ാം വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിച്ചിരിക്കുന്നു. അഥവാ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം അതെവിടെയാണ് നാം കാണുന്നത്? യേശു ക്രിസ്തുവിന്റെ മുഖത്താണ്. യേശു ക്രിസ്തുവിലാണ് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം നമ്മൾ കാണുന്നത്. അതെവിടെയാണ് വിളങ്ങുന്നത്? ആ പരിജ്ഞാനം എവിടെയാണ് ലഭിക്കുന്നത്? പൗലോസ് പറയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരു വെളിച്ചമായിട്ട് പ്രകാശിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? യേശു ക്രിസ്തുവിന്റെ ആ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ലഭിച്ചു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആ പരിജ്ഞാനമാണ് പൗലോസിന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ ദൈവത്തിന്റെ പരിജ്ഞാനം തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതെന്ന് യോഹന്നാൻ തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആവുന്നു. എന്താണ് വിവേകം? എന്താണ് പരിജ്ഞാനം? ദൈവപുത്രൻ വന്നത് സത്യദൈവത്തെ അറിയുവാനുള്ളതായ ആ വിവേകം നമുക്ക് തരാൻ വേണ്ടിയാണ്. അഥവാ സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ പരിജ്ഞാനം ലഭിക്കുമ്പോൾ നാം എന്തറിയുന്നു? നാം സത്യദൈവത്തിലാണ്, അവന്റെ പുത്രനായ ക്രിസ്തുവിൽ നമുക്കായിരിക്കുകയാണ്. അഥവാ അപ്പോസ്തലൻ പറയുന്ന പോലെ ക്രിസ്തു ദൈവത്തിൽ നമുക്ക് ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പും വിവേകവുമായി മാറുകയാണ്. ആ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിട്ട് തീരുകയാണ് ആ കർത്താവിൽ പ്രശംസിക്കുന്നതായ ഒരു ജീവിതം. ഈ ജീവിതം എന്ന് പറയുന്നത് ഇത് ബുദ്ധിപരമായ ഒരറിവല്ല, ഇത് വ്യക്തിപരമായ അനുഭവ ജ്ഞാനത്തിലൂടെ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലൂടെയുള്ള അനുഭവ ജ്ഞാനമാണ്. ദൈവ വചനത്തിലൂടെയാണ് നമുക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നത്. കർത്താവിന്റെ ദിവ്യമായ സ്വഭാവത്തെക്കുറിച്ച്, കർത്താവിന്റെ ആ സ്ഥാനത്തെക്കുറിച്ച്, കർത്താവിന്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച്, കർത്താവിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അവന്റെ ആ താഴ്മ, അവന്റെ മഹത്വം, ഇതൊക്കെയും ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനായിട്ട് തുടങ്ങും. നമ്മുടെ ഉള്ളിൽ ആ പരിജ്ഞാനം ലഭിക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് എഫെസോസുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ ആ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്ന അനുഭവം, ആ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഹൃദയം നിറയുന്നതായ അനുഭവം, ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ ലാഭമായിരുന്നൊക്കെയും ആ വളരെ ഛേദമെന്നെണ്ണുവാനും, ആ പരിജ്ഞാനത്തിൽ ആവേശം കൊള്ളുവാൻ, ആ പരിജ്ഞാനത്തിൽ വളരെ ഉത്സാഹമുള്ളവരായി തീരുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ ഇടയായി തീരുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ജ്ഞാനത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.